ഇനി ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. CPIM പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. അടുത്തയാഴ്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം. തയ്യാറെടുപ്പ് നടത്താൻ ജില്ലാ കമ്മിറ്റികൾക്ക് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകി. ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ആരൊക്കെയായിരിക്കും സ്ഥാനാർത്ഥികൾ എന്നത് സംബന്ധിച്ച ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ? ആർക്കൊക്കെയാണ് സാധ്യത? വിനിത, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം MLA മാർ രാജിവെച്ച 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒപ്പം തന്നെ വയനാട് രാഹുൽ ഗാന്ധി രാജിവെച്ച ലോക്സഭാ മണ്ഡലത്തിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഈ മാസം 10-നകം ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുമെന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. അത്തരം വിവരമാണ് പാർട്ടിക്കുള്ളത്. അത് കണക്കിലെടുത്താണ് ഇപ്പോൾ തയ്യാറെടുപ്പുകൾ ശക്തമാക്കാനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ സീറ്റ് CPIക്കാണ്. അത്തരം കാര്യങ്ങൾ CPI ആണ് തീരുമാനിക്കേണ്ടത്. CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ 10-11 സംസ്ഥാന കൗൺസിൽ വീണ്ടും ചേരുന്നുണ്ട്. അപ്പോൾ CPIയുടെ സ്ഥാനാർത്ഥിയെ അവിടെ നിശ്ചയിക്കും. എന്നാൽ മറ്റ് 2 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 നിയമസഭാ മണ്ഡലങ്ങളും CPM സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ്. ചേലക്കരയും ഒപ്പം തന്നെ പാലക്കാടും. ചേലക്കരയിൽ മുൻ MLA UR പ്രദീപ് തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. കഴിഞ്ഞ വർഷം 2016-21 കാലത്ത് പ്രദീപായിരുന്നു ചേലക്കര MLA. അന്ന് രാധാകൃഷ്ണൻ CPMൻ്റെ സംഘടനാ ചുമതലയായിരുന്നു. രാധാകൃഷ്ണനെ തിരിച്ച് മത്സരിപ്പിക്കാൻ തീരുമാനിച്ച് 2021 തീരുമാനമെടുത്തപ്പോഴാണ് പ്രദീപ് ഒരു ടേം മാത്രം പൂർത്തിയാക്കിയ പ്രദീപ് മാറിക്കൊടുത്തത് പാർട്ടി നിർദ്ദേശപ്രകാരം. അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ ഒഴിയുമ്പോൾ പ്രദീപിന് തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി. സംവരണ മണ്ഡലമായ ചേലക്കരയിൽ പ്രദീപ് തന്നെയാണ് CPMൻ്റെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്. എന്നാൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇതുവരെയും കൃത്യമായൊരു അഭിപ്രായമില്ല. അതാണ് ബന്ധപ്പെട്ട ജില്ലാ കമ്മിറ്റിയായ പാലക്കാടിനോട് അന്വേഷിക്കാൻ പറഞ്ഞത്. ചേലക്കര മണ്ഡലം എന്ന് പറഞ്ഞാൽ പാലക്കാട് കമ്മിറ്റിക്കും ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിക്കും ഒരുപോലെ പങ്കാളിത്തമുള്ള മണ്ഡലമാണ്. എന്നാൽ തൃശ്ശൂർ കമ്മിറ്റിയായിരിക്കും അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളുക. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആലോചനകൾ നടക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് അവിടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ BJPക്ക് കൂടി നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ഉതകുന്ന ഒരു സ്ഥാനാർത്ഥി കണ്ടെത്താനാണ് CPM ആലോചിക്കുന്നത്.